അയ്യാ വണക്കം. ഇതാണ് നമ്പീശം വച്ചിട്ടുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ എന്ന് നമ്മുടെ കാക്കക്കുയില് നമ്മുടെ സുകുമാരി അമ്മ ജഗതിയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതുപോലെയാണ് എനിക്കിപ്പം മമതാ ബാനർജിയോട് പറയാനായിട്ട് തോന്നുന്നത്. ഇതാണ് ആ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതായത് ബംഗാളിൽ നിന്ന് നമ്മുടെ SIR പ്രക്രിയ നടപ്പിലാക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഞാൻ 2 വട്ടം ഞെട്ടിപ്പോയി. പ്രധാനമായിട്ടും പല വിവരങ്ങളും കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പെറ്റ തള്ള സഹിക്കൂല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യില്ലെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇവിടെ വരുന്ന ബംഗ്ലാദേശികൾ ചാനൽ ഫ്ലോറിൽ വന്ന് ഞാൻ ബംഗ്ലാദേശിയാണ് സേട്ട എന്ന് പറഞ്ഞാൽ പോലും അതിഥി തൊഴിലാളി ടുങ്കുട് കുട്ട എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പിടിച്ച് മാറ്റിയിരുത്തുന്ന സാഹചര്യമാണ് ഈ കാണാനുള്ളത്. വേണമെങ്കിൽ അരി പുരി ശർക്കര ഉണ്ടയൊക്കെ കൊടുക്കുക. അതൊക്കെ യവന്മാരെ മുഖത്തോട്ട് കഴിഞ്ഞാൽ അവന്മാർ വലിച്ചെറിഞ്ഞിട്ട് പോയി പാലുമുട്ടയും കൊണ്ടുപോടാ, നീ ആരുടെ പാമ്പാ പാലുമുട്ടയും തിന്നായി, നല്ല അടിയും കൊടുത്ത് തുണിയും പറിച്ച് വിടേണ്ട കേസാണ് ഇതൊക്കെ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ബംഗാളിലെ കാര്യങ്ങൾ പറയാം. ബംഗാളിൽ ഭയങ്കര രസമാണ്. നമുക്കറിയാം ഈ SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കലാപമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ബംഗാളാണ്. ഈ ബംഗാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഈ BJP അധികാരം പിടിച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ അതിർത്തികൾ പങ്കിടുന്ന സകല സംസ്ഥാനങ്ങളും BJP ഭരണം പിടിച്ചിട്ടുണ്ട്. അതിർത്തികൾ പങ്കിടുന്ന അതിൽ BJPക്ക് ഇനി ഭരണം പിടിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അതുകൊണ്ടാണ് നരേന്ദ്രമോദി മുണ്ടൂരി തലയെ കെട്ടി നിൽക്കുന്നത്, വെസ്റ്റ് ബംഗാളിൽ ഞാൻ ഭരണം പിടിക്കും എന്നുള്ളത്. കാരണം രാജ്യസുരക്ഷയുടെ ഒരു ഭാഗം കൂടെയാണ് അത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം നോർത്ത് ഈസ്റ്റ് നോക്ക്. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കൾ കുറവാണ്. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും BJP എല്ലാ സ്ഥലത്തും ഭരണം പിടിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും കേരളത്തിലുള്ള മണ്ടന്മാർ വിചാരിച്ചിരിക്കുന്നത് നിൻ്റെയൊക്കെ കളി ഇന്ത്യയിലല്ലേ നടക്കും, ധൈര്യം ഉണ്ടെങ്കിൽ കേരളത്തിലോട്ട് വാടാ എന്നാണ് ഇവന്മാർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളമൊക്കെ മോദിക്ക് പിടിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പിടിച്ച് അങ്ങനെ പോയിക്കിട്ടേയിരിക്കും. പക്ഷേ കേരളം പിടിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇത് പിടിക്കേണ്ട ആവശ്യമുള്ളത്? ഇവിടെ PM ശ്രീ നടപ്പിലാക്കുന്നില്ലേ? ഉണ്ട്. ഇവിടെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കുന്നില്ലേ? ഉണ്ട്. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നില്ലേ? ഉണ്ട്. ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നരേന്ദ്രമോദിയുടെ കാല് പിടിച്ച് നടപ്പിലാക്കുന്നില്ലേ? ഉണ്ട്. ഇവിടെ NH വികസനം നടപ്പിലാക്കുന്നില്ലേ? ഉണ്ട്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കാത്തത്? നരേന്ദ്രമോദി അവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പിണറായി വിജയൻ അതിവിടെ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കും. അങ്ങനെയുള്ളൊരു പ്രോക്സി സർക്കാർ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇത് പിടിക്കേണ്ട ആവശ്യം എന്ന് നരേന്ദ്രമോദിക്ക് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. പ്രധാനമായിട്ടും പിന്നെ ഈ കേരളം എന്ന് പറയുന്നതും തമിഴ്നാടെന്ന് പറയുന്നതും അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമല്ല. അപ്പുറം ഇപ്പുറവും കടലാണ്. കമ്മിയൊക്കെ ഇനി ചാടാൻ കടലിലൂടെയും ബാക്കിയുള്ളൂ. അതുകൊണ്ട് അപ്പുറം ഇപ്പുറം കടലായിട്ട് കിടക്കുന്ന ഈ സംസ്ഥാനത്ത് ഇവിടെ ഭരണം പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ സുരക്ഷ ശക്തിപ്പെടുത്താനായിട്ട് ഒരു വിഴിഞ്ഞം തുറമുഖം ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് ആര് കെട്ടിക്കൊടുത്തു? പിണറായി സർക്കാർ. അതും നടപ്പിലാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കം ടു ദ പോയിന്റ്. അതായത് ബംഗാളിൽ ഭരണം പിടിക്കേണ്ടത് BJPയുടെ വലിയൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. പ്രസ്റ്റീജ് ഇഷ്യൂ മാത്രമല്ല, അത് രാജ്യസുരക്ഷയുടെ കൂടെ ഭാഗമായിട്ടാണ് അവിടെ അത് പിടിക്കേണ്ടത്. ഇപ്പോൾ SIR അവിടെ കൊണ്ടുപിടിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ബംഗാളിൽ നിന്ന് ചാടിപ്പോകുന്ന ബംഗ്ലാദേശികളെല്ലാം സിലിഗുറി കോറിഡോർ വഴി നേപ്പാളിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞ് നേപ്പാൾ അവിടെ ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാരെല്ലാം കൂടെ നമ്മുടെ നാട്ടിലോട്ട് വരെയാണ്. ഒന്നാമത് ഇവിടെ ജൻസി കലാപം തുടങ്ങിയിരിക്കുകയാണ്. ആ KP ശർമ്മ ഒലിയുടെ കണ്ടാന്തരം പിടിച്ച കുറേ അലവലാദികളും പിന്നെ ജൻസി എന്ന് പറയുന്ന കുറേ 2K അച്ചിലൂക്കികളും കൂടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് അടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നേപ്പാൾ ആർമിയുടെ കവട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കീറിപ്പോണത് എന്ന് പറഞ്ഞ് അവന്മാർ അവിടെ കിടന്ന് നിലവിളി തുടങ്ങിയാണ്. അപ്പോഴാണ് യുവന്മാരെല്ലാം കൂടെ ബംഗ്ലാദേശികളെല്ലാം കൂടെ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കെട്ടിയെടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. 6 ജില്ലകൾ, അതായത് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന 6 ജില്ലകൾ ഇവർ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും SIR നടപ്പിലാക്കുമ്പോൾ വലിയ രീതിയിൽ എന്താണ് പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു ഭീകരമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാകുന്നത് എവിടെയാണെന്നറിയാമോ? മലയാള മാധ്യമങ്ങളൊന്നും ഇത് പറയില്ല. ഇതെനിക്ക് കിട്ടിയത് ഏതിൽ നിന്നാണെന്നറിയാമോ? ഇത് യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയത്, ഇനിയിപ്പം നിനക്ക് മാത്രം ഈ വാർത്ത എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ മലയാള വാർത്തയിലൊന്നും ഇത് സ്വനത്തി കണ്ടില്ലല്ലോ. എനിക്ക് മലയാള വാർത്തയെ സ്വനത്തണം, ദേശാഭിമാനി സ്വനത്തണം, അടിപ്പുകൂട്ട് ചർച്ചയിൽ സ്വനത്തണം, ഇങ്ങനെയൊക്കെ സ്വനത്തിയാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് കുറേ വേട്ടാവളിയന്മാർ ഇതിൻ്റെ താഴെ വന്നിരിപ്പുണ്ട്. അതായത് ഇവിടെ നീയൊക്കെ എന്തിനാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇവ സ്വനത്തിയില്ലേ ഞാൻ വിശ്വസിക്കും. പിന്നെ അവൻ സ്വനത്തിൻ്റെ അടുത്ത് പോയി നീ സ്വനത്തടാ, നീ എന്തിന് ഇവിടെ വന്ന് സ്വനത്തായിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ഞാൻ അടിച്ചെടുത്ത് എവിടെ നിന്നറിയാമോ? ഈ സോഴ്സ് കൂടെ അങ്ങ് പറഞ്ഞേക്കാം രണ്ടാം തരം പിടിക്കാനായിട്ട്. അതായത് ഇത് ഞാൻ അടിച്ചെടുത്തത് ആജ് തക് ബംഗ്ല എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ നിന്നാണ്.
ബംഗ്ലാദേശിയൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ അവിടെ നിന്നാണ് ഞാനിത് ചുരണ്ടിയെടുത്തത്. ഇപ്പോൾ യുഗമാണല്ലോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് നൈസായിട്ട് നോക്കിയാൽ മതി എന്താണ് സംഭവം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ആജ് തക് ബംഗ്ല എന്ന് പറയുന്ന ചാനലിൽ വന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഞാൻ വായിക്കാം. ഇനിയിപ്പോൾ അതിൽ വന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് റിപ്പോർട്ട്. ആ ചാനൽ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ട് ഇതാണ്. അതിലവർ പറയുന്ന കാര്യം, ഷോക്കിംഗ് റിപ്പോർട്ട് എക്സ്പോസിങ് മാസ് വോട്ടർ ലിസ്റ്റ് ഫ്രോഡ് ഇൻ മുർഷിദാബാദ്, വെസ്റ്റ് ബംഗാൾ. More than 268,000 Bangladeshi Muslims have reported removed surnames like Sheikh and Khan and illegally entered India, adopting Bengali Hindu surnames such as Mondal, Chowdhury, Sarkar, etc. to settle in the country. Many of them have been listed their father-in-law as their own father and through local political networks have illegally obtained Aadhaar cards and voter IDs. Several have admitted on camera that year after year they vote for one particular political party. This is just one area. Imagine the whole West Bengal. അല്ലോ മനസ്സിലായോ? ഇല്ലല്ലോ. ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ വായിച്ചു തരാം. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ വോട്ടർ പട്ടികയിൽ വൻ തട്ടിപ്പ് നടന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. 2,68,000-ലധികം ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ഷെയ്ഖ്, ഖാന് തുടങ്ങിയ അവരുടെ സർനെയിമുകൾ അഥവാ കുടുംബ പേരുകൾ നീക്കം ചെയ്ത് അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച് ഹിന്ദു കുടുംബ പേരുകളായിട്ടുള്ള മൊണ്ടാൽ, ചൗധരി, സർക്കാർ തുടങ്ങിയ ബംഗാളി ഹിന്ദു കുടുംബ പേരുകൾ സ്വീകരിച്ച് രാജ്യത്ത് സ്ഥിരതാമസമാക്കിയതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. അവരിൽ പലരും തങ്ങളുടെ അമ്മായിയപ്പന്മാരെ സ്വന്തം അപ്പന്മാരായി സ്വീകരിച്ചുകൊണ്ട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ പ്രാദേശിക രാഷ്ട്രീയ ശൃംഖലകൾ വഴി നിയമവിരുദ്ധമായി ആധാർ കാർഡുകളും വോട്ടർ ഐഡികളും ഇവന്മാർ നേടിയിട്ടുണ്ട്. വർഷങ്ങളായി തങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നുവെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പലരും സമ്മതിച്ചിട്ടുണ്ട്. ഇതൊരു മേഖല മാത്രമാണ് മുഴുവൻ വെസ്റ്റ് ബംഗാളും. അപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പുതിയൊരു തരം തട്ടിപ്പാണ്. ഈ ഒരു തട്ടിപ്പ് ഇവിടെ വില പോകില്ല. അതായത് നീ ഇനിയിപ്പോൾ പേര് മാറ്റി വന്നാൽ നിൻ്റെ അമ്മായിയപ്പനെ പിടിച്ച് അപ്പനാക്കിയാലും ഞാനിതൊക്കെ ട്രോളായിട്ടാണ് പറയുന്നത്. പക്ഷേ യുവമാർ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് സ്വന്തം തന്തയെ വരെ മാറ്റി പറയണം ഇവിടെ. അതാണ് യുവമാരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് തട്ടിപ്പിറക്കിയാലും അതൊന്നും വില പോകില്ല, എല്ലാം വെളിച്ചത്ത് വരും. അതുപോലെ വെളിച്ചത്ത് വന്നൊരു സംഭവമാണിത്. ഇനി ഇത് മാത്രമല്ല, ന്യൂസ് 18 ഇന്ത്യയിൽ വന്ന ഒരു റിപ്പോർട്ട്, അത് ഗംഭീരമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇത്തരത്തിലാണ്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. Shocking report. Why so late for SIR exercise? Who have been deciding Bharat's lawmaker from these areas? Rokia of Hakimpur in Bengal is going to her country Bangladesh. She was receiving money every month from the Bengal government's Lakshmi Bandar scheme. She and many like her have fake voter ID cards and Aadhaar cards. മലയാളത്തിൽ വായിക്കാം. അതായത് നമ്മളെ SIR എന്തുകൊണ്ട് നേരത്തെ തുടങ്ങിയില്ല എന്ന് ചോദിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ബംഗാളിലെ ഹക്കീംപൂരിലെ റോക്കിയ തൻ്റെ രാജ്യമായ ബംഗ്ലാദേശിലേക്ക് പോകുന്നു. ബംഗാൾ സർക്കാരിൻ്റെ ലക്ഷ്മി ഭണ്ഡാർ പദ്ധതിയിൽ നിന്ന് അവർക്ക് എല്ലാ മാസവും പണം ലഭിച്ചിരുന്നു. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് താമസിക്കുകയാണ്. എന്നിട്ട് ഇവിടെയുള്ള പദ്ധതി, അത് പാവപ്പെട്ട ജനങ്ങൾക്കായിട്ട് മോദി സർക്കാരും ഇവിടെയുള്ള സർക്കാരും കൂടെ രൂപീകരിച്ച പദ്ധതിയിൽ നിന്ന് മമതാ ബാനർജി പൈസ എടുത്ത്, ലക്ഷ്മി സ്കീമിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണ് ബംഗ്ലാദേശിക്ക്. പോരാത്തതിന് ബംഗാൾ സർക്കാരിൻ്റെ ലക്ഷ്മി ഭണ്ഡാർ പദ്ധതിയിൽ നിന്ന് അവർക്ക് പൈസ ലഭിക്കുന്നു. അവരും അവരെപ്പോലെയുള്ള പലരും കൈവശം വ്യാജ വോട്ടർ കാർഡുകളും ആധാർ കാർഡുകളും വയ്ക്കുന്നു. ചിലർക്ക് വോട്ട് ചെയ്യാൻ 500 രൂപയും നൽകുന്നു. ഇപ്പോൾ അവർ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്നു. കാരണം അവരെപ്പോലെയുള്ള പലരും SIRൽ തുറന്നു കാട്ടപ്പെടുകയും നാട് കടത്തപ്പെടുന്നതിന് മുമ്പ് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ന്യൂസ് 18 ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മറച്ചു വയ്ക്കാനാണ് BLOമാരുടെ മറ്റേ കഥകളൊക്കെ ഉണ്ടല്ലോ, തളർച്ച, വിളർച്ച, പിന്നെ നൈസായിട്ടുള്ള അകൽച്ച, ഇതൊക്കെ ഇങ്ങനെ പ്രധാനമായിട്ടും എടുത്ത് നമ്മുടെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതൊന്നും ഒരു മാധ്യമങ്ങളും പുറത്ത് കാണിക്കില്ല. ഇതൊക്കെ ബംഗാളിൽ നടക്കുന്ന പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. പിന്നെ കേരളത്തിൽ ഇപ്പോൾ തന്നെ 80,000 പേരെ കണ്ടുകിട്ടാനുണ്ടെന്ന് പറഞ്ഞ് BLOമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം മലയാള മനോരമ മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വാർത്തയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ SIR വളരെ ഗംഭീരമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത് തീരുന്നതോടുകൂടി ഇനി യുവമാർ ബംഗ്ലാദേശിലോട്ടാ, നേപ്പാളിലോട്ടാ, ഏത് ഗുദാമിലോട്ടാ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ അധികൃതരും സർക്കാരും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ശരി.